മാടമ്പള്ളിയിലെ മനോരോഗിന്റെ ഒരു ഡ്യൂപ്പ് മാത്രമാണിത്. ബൈ ദ വൈ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഹിൽ പാലസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കുറേ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ജസ്റ്റ് അനദർ ഓപ്പർച്യൂണിറ്റി. എവിടെ പോയാലും ലാസ്റ്റ് എത്തുന്ന ഞാൻ ഇപ്രാവശ്യം ഫസ്റ്റ് എത്തി. സോ ബാക്കിയുള്ള എല്ലാരെയും വിളിച്ചു വരുത്തുക എന്നുള്ളത് എന്റേതും ഇവളുടേതും മാത്രമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. നട്ടപ്പൊരി വെയിലത്ത് ഇങ്ങനെ ആൾക്കാരെ നോക്കി പോസ്റ്റ് അടിച്ച് നിൽക്കാനും വേണം ഭാഗ്യം. അതും ഒരു രസമാണ്. അങ്ങനെ സാമ്പാർ വന്നു, പച്ചടി വന്നു, കിച്ചടി വന്നു, ഉപ്പും കർപ്പൂരും എല്ലാവരും എത്തി. കൂട്ടത്തിൽ വെറൈറ്റി പിടിക്കാൻ നോക്കിയതാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ലെന്നാണ് അവളുടെ വിചാരം. വെറൈറ്റി പിടിച്ചതാണ് എന്തായാലും. ഹിസ്റ്ററി ആണെങ്കിൽ എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണ്. പക്ഷെ ഇവിടെ വന്ന് ഡയറക്റ്റ്ലി ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്ന സമയത്ത് കുറച്ചൊക്കെ എക്സൈറ്റ്മെന്റ് ഈ ടോപ്പിക്കിലുണ്ട് കേട്ടോ. മൺചിത്രത്താഴ് മൂവിന്റെ റെഫറൻസ് വരുന്ന ഓരോ സ്പേസസും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് പിക്സ് എടുത്തിട്ടുണ്ട്. അതാണ് ശരിക്കും പറയുമ്പോൾ ഇവിടെ വരാനുള്ള മെയിൻ കാരണം തന്നെ. എവിടെയെങ്കിലും നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും ഒരു ഇത്തിരി വെയിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ മിസ്സാക്കത്തില്ല. ബിക്കോസ് അത്രയും നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ്. പിന്നെ സൺകിസ്ഡ് ഫോട്ടോസിന് എപ്പോഴും ഫാമിലീസ് കൂടുതലാണല്ലോ. കുറച്ചധികം പേഷ്യൻസ് കുറെ ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് ഇതിനെ ഓടി നടന്ന് കുറേ അധികം ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിയൊരു സ്പേസ് ആണ് ഈ കാണുന്നത്. ഫോട്ടോസിന് പുറമെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ലക്ഷ്മിപ്പുര കയ്യിൽ നിറക്കുന്നുണ്ട്. നടന്നൊരു വഴിയായിട്ടുണ്ടായിരുന്നു. വിശപ്പിന്റെ വിളി പോരാഞ്ഞിട്ട് ചൂടും. പിന്നെ കുളിക്കടവും കൂടെ കണ്ടതിന് ശേഷം പോവാന്ന് വിചാരിച്ചു. കുളിക്കടവിനേക്കാൾ വൈബ് ഊഞ്ഞാലാണെന്ന് മനസ്സിലാക്കി ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്തു. ഊഞ്ഞാലാടുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് ഷോ ഇറക്കിയാൽ ഇതുപോലെ ഇരിക്കും. ചവിട്ട് കിട്ടിയ സന്തോഷത്തിൽ അവനാണെങ്കിൽ ഒറ്റക്ക് പോയി ഊഞ്ഞാലാടുന്ന. അവസാനം ഈ മാനിനെയും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊട്ടാരം അത്യാവശ്യം ഏകദേശം നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എവിടെയെങ്കിലും പോയി കുറച്ച് എന്തെങ്കിലും കഴിച്ചാലേ എല്ലാവർക്കും ഒരു എനർജി ബാക്കി തിരിച്ചു കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ രാജാവിന്റെ കൊട്ടാരം കൊണ്ട് ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞ് ബൈ ബൈ പറഞ്ഞു.